നമസ്കാരം, സാഗരി റൈസ് പ്ലസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ അഗ്രികൾച്ചറിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് റോഡന്റ് മാനേജ്മെന്റ്. ഓക്കെ, ഈ ഒരു ക്ലാസ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ അഗ്രികൾച്ചറിന്റെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ എന്താ റോഡൻസ്? റോഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമേലിയൻ ഗ്രൂപ്പിൽപ്പെട്ട ആനിമൽസ് ആണ്. മെമേൽസ് അറിയാമല്ലോ, പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തുന്ന ആനിമൽസിനെയാണ് നമ്മൾ മാമൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാമൽസിന്റെ കാറ്റഗറിയിൽ വരുന്ന അനിമൽസ് ആണ് റോഡന്റും. ഇവരും പ്രസവിച്ച് തന്നെയാണ് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നിട്ട് എല്ലാ എൻവയോൺമെന്റിലും ഒരേപോലെ സ്പ്രെഡായിട്ട് നിൽക്കുന്ന ആൾക്കാർ കൂടിയാണ് ഈ റോഡൻസ്. ഈ ഒരുപാട് റോഡന്റ് സ്പീഷീസും ഒരുപാട് ഡിസീസുകൾ കോസ് ചെയ്യുന്നവരാണ്. ഇപ്പൊ എലി ആണെങ്കിലും എലി ഒരു റോഡന്റ് ആണ്. ഇപ്പൊ എലിയിൽ നിന്ന് നമുക്ക് എലിപ്പനിയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ, ഇപ്പം കൃഷിക്കാണെങ്കിലും നമ്മുടെ വേറെ പ്രോഡക്റ്റുകൾക്ക് ആണെങ്കിലും അല്ല നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും ഈ റോഡൻസ് വന്നിട്ട് നശിപ്പിക്കാറുണ്ട്. ലൈഫ് സ്റ്റോക്കിലാണെങ്കിലും കന്നുകാലികൾക്കാണെങ്കിലും ഒക്കെ അപകടം ഉണ്ടാക്കുന്ന മാമൽസിന്റെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് ആര്? റോഡന്റുകൾ. ഓക്കെ, അപ്പൊ ഈ റോഡൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യയില് ഈ റോഡൻസ് അതുപോലെ ഇൻസെക്ട് വീടുകളെല്ലാം കൂടി ചെന്ന്, വീടെന്ന് പറഞ്ഞാൽ കള എല്ലാം കൂടിയാണ്, എല്ലാം കൂടി ചെന്നിട്ട് റൈസിന്റെ ആണെങ്കിലും അതുപോലെ ബാക്കിയുള്ള അഗ്രികൾച്ചർ ക്രോപ്സ് എടുത്ത് നമ്മൾ പറഞ്ഞ റൈസിന്റെ കാര്യത്തിലാണ്, റൈസിന്റെ പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം വന്നിട്ട് അതിന് നശിപ്പിച്ച് പോകാറുണ്ട്. അതുപോലെ പ്രീ ഹാർവെസ്റ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്. ഹാർവെസ്റ്റിന് മുന്നേ അത് മെച്ചുറായി റൈപ്പണായി നിൽക്കുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? ലോസിന് കാരണമാകാറുണ്ട്. അപ്പൊ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഈ റോഡൻസ് തന്നെ എക്കണോമിക്കലി ആണെങ്കിലും അതുപോലെ പ്രീ ഹാർവെസ്റ്റ് ലോസ്, ഭക്ഷണ സാധനങ്ങളുടെ അളവ് ഹാർവെസ്റ്റിന് മുന്നേ തന്നെ നശിപ്പിക്കുന്നതിലാണെങ്കിലും റോഡൻസിന് വലിയ രീതിയിലുള്ള പങ്കുണ്ട്. ഇനി വേറെ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ വിയറ്റ്നാമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, വിയറ്റ്നാമില് റോഡൻസിനെ ഒരു വലിയ എമർജിങ് പ്രോബ്ലം ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അതുപോലെ അവിടുത്തെ ഫാമേഴ്സ് ടോപ്പ് 3യിലാണ് ഈ ഒരു ക്രോപ്പ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ആവാനുള്ള കാരണമായിട്ട് റോഡൻസിനെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എഫക്റ്റീവ് മാനേജ്മെന്റ് ചെയ്താൽ മാത്രമേ റോഡൻസിൽ നിന്ന് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ്, അവയെ ഓട്ടിച്ച് തുരത്തി വിട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൃഷിയാണെങ്കിലും നമ്മുടെ ഹാർവെസ്റ്റ് ലോസ് കുറച്ചു കൊണ്ടുവരാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഡാമേജ് എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ നെഗറ്റീവ് വന്നാൽ മാത്രമേ എക്കണോമിക് കൺസേൺ എല്ലാം മാറി വരുള്ളൂ എന്നുള്ള കാര്യമാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള പെസ്റ്റ് ആയിട്ടാണ് ആരെ കണക്ക് കൂട്ടുന്നത്? നമ്മുടെ റോഡൻസിനെ കണക്ക് കൂട്ടുന്നത്. കമ്മോഡിറ്റീസ് ഫീൽഡ് ആണെങ്കിലും, ഇപ്പം സ്റ്റോർ വെച്ചിരിക്കുന്ന കമ്മോഡിറ്റീസ് ഒക്കെ ആണെങ്കിലും അല്ല സ്റ്റോറിലല്ല ഫീൽഡിൽ നിൽക്കുന്ന കമ്മോഡിറ്റീസ് ഒക്കെ ആണെങ്കിലും ഈ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള നമ്മുടെ റോഡൻസ് കാരണം എന്ത് പറ്റുന്നുണ്ട്? നശിച്ച് പോകുന്നുണ്ട്. ഇനി അരി മാത്രമാണോ? ഇപ്പൊ റൈസിന്റെ കാര്യം നമ്മൾ എടുത്തു പറഞ്ഞു. റൈസ് മാത്രമാണോ ഈ റോഡൻസ് നശിപ്പിക്കുന്നത്? അല്ല, റൈസ് മാത്രമല്ല, വെജിറ്റബിൾസ്, ഓയിൽ സീഡ്സ്, സെറിയൽസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ ഒരേപോലെ രീതിയിൽ നശിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് അങ്ങനെ പക്ഷാഭേദമൊന്നുമില്ല. എല്ലാ ക്രോപ്പുകൾക്കും ഒരേപോലെ ബാധിക്കുന്ന പെസ്റ്റ് ആണ് ഈ റോഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ നശിപ്പിക്കുക മീൻസ് അത് തിന്നുക മാത്രമല്ല, അവ വന്ന് കണ്ടാമിനേറ്റ് ചെയ്യും. ഇപ്പൊ എലിയുടെ യൂറിനാണെങ്കിലും അവയുടെ ബാക്കി ഫീക്കൽ മാറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഈ പറയുന്ന നമ്മൾ കഴിക്കുന്ന ക്രോപ്പുകളുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അത് എന്ത് ചെയ്യും? നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടാമിനേഷൻ ചെയ്യുന്നതിലും റോഡൻസിന് വലിയ പങ്കുണ്ട്. നമുക്കിനി കുറച്ച് റോഡന്റുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞ മൈസ് ആണ്. മൈസ് അറിയാലോ, എലിയുടെ ചെറിയൊരു ഫോമിൽ ഇരിക്കുന്ന ആളാണ് മൈസ്. അപ്പൊ മൈസ് എന്താണ്? ഒരു റോഡന്റ് ആണ്. രണ്ടാമത് റാറ്റ് അറിയാലോ, എലികള് ഏറ്റവും മോസ്റ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മളുടെ കൃഷികളൊക്കെ നശിപ്പിക്കുന്ന ഒരാളാണ് റാറ്റ്. നെക്സ്റ്റ് സ്ക്വിറൽ, എന്താ? അണ്ണാനും എന്താണ്? റോഡന്റ് കാറ്റഗറിയിൽ വരുന്നവരാണ്. നെക്സ്റ്റ് ചിപ്മങ്സ് അറിയാലോ, അണ്ണാനെ പോലെയൊക്കെ തന്നെയാണ് ചിപ്മങ്സ് ഇരിക്കുന്നത്. ചിപ്മങ്സ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് വുഡ് ചക്സ് എന്ന് പറയുന്ന അടുത്ത ഒരു റോഡന്റ്. ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന റോഡന്റുകൾ. അപ്പൊ ആരൊക്കെയായിരുന്നു? മൈസ്, റാറ്റ്, സ്ക്വിറൽസ്, ചിപ്മങ്സ്, അതുപോലെ വുഡ് ചക്സ്. ഇനി നമുക്ക് റാറ്റിന്റെ കുറച്ച് ഫ്യൂ ടൈപ്സ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. റാറ്റ് മാത്രം ജസ്റ്റ് എടുത്ത് പഠിക്കുക, കാരണം റാറ്റിന്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ റാറ്റുകൾ ഏതൊക്കെ ടൈപ്സ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് റാറ്റസ്. ഇപ്പൊ റാറ്റസ് എന്നുള്ളത് അതിന്റെ സയന്റിഫിക് നെയിം ആണ്. അതിനെ കോമൺ ആയിട്ട് എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ബ്ലാക്ക് റാറ്റ് എന്നാണ് വിളിക്കുന്നത്. ബ്ലാക്ക് റാറ്റ് എന്താണ്? മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള റാറ്റ് ആണ് റാറ്റസ്. അപ്പോൾ റാറ്റിന്റെ ടൈപ്പിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ആരെയാണ്? റാറ്റസിനെയാണ്. എന്താ പേര്? ബ്ലാക്ക് റാറ്റ്. കോമൺലി വിളിക്കുന്ന പേരെന്താണ്? ബ്ലാക്ക് റാറ്റ്. കറുത്ത എലിയാണ്. മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ആണ് ആര്? ഈ ബ്ലാക്ക് റാറ്റ് അല്ലെങ്കിൽ റാറ്റസ്.
രണ്ടാമത് റാറ്റസ് മൈൻഡാനെൻസിസ്, ഓക്കെ, അല്ലെങ്കിൽ മിൻഡാനെൻസിസ് എന്ന് വായിക്കാം. അപ്പോൾ റാറ്റസ് മിൻഡാനെൻസിസ് അല്ലെങ്കിൽ റാറ്റസ് മൈൻഡാനെൻസിസ് കോമൺ ഫിലിപ്പീൻ ഫീൽഡ് റാറ്റ് ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരെന്താണ്? കോമൺ ഫിലിപ്പീൻ ഫീൽഡ് റാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പേരെന്താ? റാറ്റസ് മിൻഡാനെൻസിസ് അല്ലെങ്കിൽ മൈൻഡാനെൻസിസ്. മൂന്നാമത്തേത് റാറ്റസ് ഡയാർഡൈ അല്ലെങ്കിൽ മലേഷ്യൻ ഹൗസ് റാറ്റ്. ഓക്കെ, അപ്പോൾ റാറ്റസ് ഡയാർഡി എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത്. മലേഷ്യൻ ഹൗസ് റാറ്റ് എന്നാണ് കോമൺ നെയിം പറയുന്നത്. നെക്സ്റ്റ് റൈസ് ഫീൽഡ് റാറ്റ് ആണ്. റൈസ് ഫീൽഡ് റാറ്റ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതാണ് ഈ പാടത്തുകൂടെ ഒക്കെ ഓടി പോകുന്ന റൈസ് ഫീൽഡ് റാറ്റുകൾ. നെക്സ്റ്റ് പറയുന്നത് റാറ്റസ് ചയോമാനിക്കസ് അല്ലെങ്കിൽ മലയൻ ഓർ മലേഷ്യൻ വുഡ് റാറ്റ്. കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. വുഡ് റാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മലേഷ്യൻ അല്ലെങ്കിൽ മലയൻ വുഡ് റാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സയന്റിഫിക് നെയിം എങ്ങനെയാണ്? റാറ്റസ് ചയോമാനിക്കസ് എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത്. നെക്സ്റ്റ് റാറ്റസ് എക്സ്യൂലൻസ് അല്ലെങ്കിൽ പസഫിക് റാറ്റ്. ഇതാണ് റാറ്റസ് എക്സ്യൂലൻസ്. അങ്ങനെ നമുക്ക് മെയിൻ ആയിട്ട് 6 ടൈപ്പ്. ഇനി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും റാറ്റ് വെറൈറ്റീസ് കാണും. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആരൊക്കെയായിരുന്നു? ഫസ്റ്റ് ബ്ലാക്ക് റാറ്റ്. എന്താ സയന്റിഫിക് നെയിം? റാറ്റസ് എന്നാണ്. രണ്ടാമത്തേത് കോമൺ ഫിലിപ്പീൻ ഫീൽഡ് റാറ്റ്. എന്താ സയന്റിഫിക് നെയിം? റാറ്റസ് മൈൻഡാനെൻസിസ്. മൂന്നാമത്തേത് റാറ്റസ് ഡയാർഡൈ മലേഷ്യൻ ഹൗസ് റാറ്റ്. പിന്നെന്താണ്? റൈസ് ഫീൽഡ് റാറ്റ്. നെക്സ്റ്റ് റാറ്റസ് ചയോമാനിക്കസ് അല്ലെങ്കിൽ മലൈൻ ഓർ മലേഷ്യൻ വുഡ് റാറ്റ്. നെക്സ്റ്റ് റാറ്റസ് എക്സ്യൂലൻസ് അല്ലെങ്കിൽ പസഫിക് റാറ്റ്. ഇത്രയാണ് ആ ഒരു ടൈപ്സ് ഓഫ് റാറ്റ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഓഫ് ഓൾ ഫീൽഡ് റാറ്റ് ഈസ്. ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഓൾഡ് ഫീൽഡ് റാറ്റ് ഏതാണെന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. മസ് ബൂഡ്വ. ഓപ്ഷൻ ബി പറയുന്നു റാറ്റസ്. ഓപ്ഷൻ സി റാറ്റസ് നോവാർഗസ്. ഓപ്ഷൻ ഡി ബന്ദിക്കോട്ട ബംഗാളൻസിസ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ആരാണ്? ഓപ്ഷൻ ബി ആണ്. റാറ്റസ് അല്ലെങ്കിൽ ബ്ലാക്ക് റാറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് കോമൺ ട്രൈറ്റ് ഓഫ് റോഡൻസ്. ഈ റോഡന്റുകൾക്കെല്ലാം ഒരേ സ്വഭാവങ്ങൾ കാണും. പ്രധാനമായിട്ടും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സ്വഭാവങ്ങൾ കാണും. അതിൽ ഫസ്റ്റ് പറയുന്നത് നൊക്ടേണൽ ഇൻ ഹാബിറ്റ് ആണ്. എന്താ നൊക്ടേണൽ? രാത്രി ആക്റ്റീവ്, നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന നൈറ്റ് ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് റോഡന്റുകൾ. രാത്രിയൊക്കെയല്ലേ എലി ഇറങ്ങുന്നത്. എലി, പെരിച്ചാഴി പോലുള്ള ജീവികൾ. പെരിച്ചാഴി എന്ത് തന്നെയാണ്? ഈ റോഡന്റിൽ വരുന്ന തന്നെയാണ്. ഇതും എന്ത് തന്നെയാണ്? മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് തന്നെയാണ് അല്ലേ. നമ്മുടെ കൃഷി സ്ഥലങ്ങൾ അല്ലെങ്കിൽ എല്ലാം തുറന്നിട്ടിട്ട് പോകത്തില്ലേ. എന്താ? രാത്രി കാലങ്ങളിൽ ആക്റ്റീവ് ആവുന്നതാണ്. നൊക്ടേണൽ ആണ് അതിന്റെ ഹാബിറ്റ് വരുന്നത്. നെക്സ്റ്റ് എക്സലന്റ് സ്വിമ്മേഴ്സ് ആണ്. നല്ല രീതിയിൽ സ്വിം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അതുപോലെ ഗുഡ് ക്ലൈംബേഴ്സ് ആയിരിക്കും. ഇപ്പോൾ സ്ക്വിറലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് മരത്തിന്റെ മുകളിൽ വലിഞ്ഞേറി പോവും. അതുപോലെ തന്നെ എലിയൊക്കെ ആണെങ്കിലും ഒരു ചെറിയ വയർ മതി, ആ വയറിൽ കൂടെ വരെ പിടിച്ചു കയറി പോകാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? ഗുഡ് സെൻസ് ഓഫ് സ്മെൽ ആൻഡ് ഹിയറിംഗ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ നടന്നു വന്നാൽ അതിന് പെട്ടെന്ന് കേൾക്കാൻ പറ്റും. അതുപോലെ സ്മെല്ല് മാത്രമേ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ എലിക്കണിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ അതിന്റെ മണം ഉള്ളത് കൊണ്ട് എലി വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ക്യാൻ നോ ത്രൂ മെറ്റീരിയൽസ് ലൈക്ക് ലെഡ് ഷീത്തിങ്, അലൂമിനിയം, വുഡ് വയറിംഗ് എക്സെട്ര. അപ്പോൾ അലൂമിനിയം, വുഡ്, വയർ, ലെഡ് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കടിച്ച് തിന്നാനായിട്ട്, കടിച്ച് മുറിച്ചിടാൻ പറ്റും. അതിനാണ് നോ എന്ന് പറയുന്നത്. അത് കടിച്ച് തുരക്കുക എന്നുള്ള മീനിങ് ആണ്. തുറന്നിട്ട് അതിനകത്ത് കയറാൻ പറ്റും. ഇപ്പം എന്താണ്? വുഡ് കൊണ്ടുള്ള ഭിത്തിയൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് അതെന്ത് ചെയ്യും? ഡോറൊക്കെ ഉണ്ടാക്കി അതുവഴി സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്താണ്? ക്യാൻ എൻ്റർ ത്രൂ വെരി സ്മോൾ ഓപ്പണിങ്സ്. അവരുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതുവഴി കയറി ഇറങ്ങാൻ പോകാനൊക്കെ ആരെ കൊണ്ട് പറ്റും? ഈ റോഡന്റുകളെ കൊണ്ട് പറ്റും. ഇനി ഇന്റഗ്രേറ്റഡ് റോഡന്റ് മാനേജ്മെന്റ് ആണ്. റോഡന്റ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റോഡന്റുകളെ ഓട്ടിക്കാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് പറയുന്നത് റോഡന്റ് ഇൻസ്പെക്ഷൻസ്. റോഡന്റുകൾ വരുന്നുണ്ടോ, അതിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇൻസ്പെക്ട് ചെയ്യുക. രണ്ടാമത് സാനിറ്റേഷൻ. പരിസര പ്രദേശങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ള കാര്യമാണ്. മൂന്നാമത്തേത് എക്സ്ക്ലൂഷൻ ആണ്. റോഡന്റ് പ്രൂഫിംഗ്. റോഡന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ റോഡന്റ് പ്രൂഫിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനെ ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന പ്രോഡക്റ്റിന് അടുത്തേക്ക് വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. നെക്സ്റ്റ് പറയുന്നത് പോപ്പുലേഷൻ റിഡക്ഷൻ. പോപ്പുലേഷൻ റിഡക്ഷൻ മനുഷ്യരുടെ പോപ്പുലേഷൻ റിഡക്ഷന്റെ കാര്യമാണോ പറയുന്നത്? അല്ല. എന്ത് ചെയ്യണം? റോഡന്റിന്റെ പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യണം. ഒരു 10-20 എലി ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട്
20 എലിയും കൂടെ ചേർന്ന് നമ്മുടെ പത്തായത്തിൽ കയറിയാൽ അവിടെ ഇരിക്കുന്ന അരി മൊത്തം നെല്ല് മൊത്തം എന്ത് ചെയ്യും, തിന്നുകൊണ്ട് പോകും. സോ അതുകൊണ്ട് പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ പോപ്പുലേഷൻ റിഡക്ഷനിൽ ചെയ്യുന്നത്. പോപ്പുലേഷൻ റിഡക്ഷനിൽ 4 പ്രോഗ്രാംസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ട്രാപ്പിംഗ് പ്രോഗ്രാംസ്. എന്ത് ചെയ്യുക, ട്രാപ്പ് വെച്ചിട്ട് ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ ലൈവായിട്ട് പിടിച്ചുകൊണ്ട് കളയുക. നെക്സ്റ്റ് ബെയ്റ്റിംഗ് പ്രോഗ്രാംസ്, അതായത് അതിന് എന്താണ് വിഷം പുരട്ടി വെച്ചിട്ട് അതിന് നമ്മൾ ചൂണ്ടയ്ക്കൊക്കെ കൊടുക്കില്ലേ, ഇര കൊടുത്തിട്ട് അതിനെ കൊല്ലത്തില്ലേ, മീൻ പിടിക്കത്തില്ല, അതുപോലെ എന്താണ് കെണി വെച്ച് പിടിച്ചിട്ട്, അതായത് ബെയ്റ്റ് ചെയ്യുക, അതിനെ വിഷമൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുക, പിടിച്ച് കൊന്നു കളയുക എന്നുള്ള പ്രാക്ടീസാണ്. നെക്സ്റ്റ് പ്രിഡേഷൻ, അതുപോലെ കൾച്ചറൽ പ്രാക്ടീസ്. പ്രിഡേഷൻ ഒക്കെ ആണെങ്കിൽ നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഒരുപാട് റോഡന്റുകൾ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, കുറച്ച് ചേരകളെ കൊണ്ടിട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, ചേര ഈ എലിയെ പിടിക്കും. സോ അങ്ങനെ പ്രിഡേഷൻ മെത്തേഡ് വഴി നമുക്കത് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് കൾച്ചറൽ പ്രാക്ടീസസ്, തീയൊക്കെ ഇട്ട് കൊടുത്ത് പുകയൊക്കെ കാണിച്ചു കൊടുത്താലും എന്ത് വരത്തില്ല, ഈ പറയുന്ന എലികൾ ആ ഒരു പ്രദേശത്ത് നിന്ന് മാറിപ്പോകും. അപ്പൊ അതിന്റെ പോപ്പുലേഷൻ ആ ഒരു ഏരിയയിൽ കൺട്രോൾ ആവും. അതാണ് പറയുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ എയും ബിയും ട്രാപ്പിംഗ് പ്രോഗ്രാംസും അതുപോലെ ബെയ്റ്റിംഗ് പ്രോഗ്രാംസും ആണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് റോഡന്റ് ഇൻസ്പെക്ഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു എന്താണ് റോഡന്റ് മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് റോഡന്റ് മാനേജ്മെന്റിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം എന്താണ്, ഇൻസ്പെക്ഷൻ ചെയ്യുക, എന്താണ് പരിശോധിക്കുക, റോഡന്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ റോഡന്റ് ഇൻസ്പെക്ഷനിൽ ചെയ്യുന്നത്, റോഡന്റ് ഇൻഫെസ്റ്റേഷൻ വന്നിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ നമ്മൾ നേരത്തെ ഇൻസെക്ട് പെസ്റ്റിന്റെ കാര്യമാണെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നു, അതിൽ ആ ഇൻസെക്ടിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിൽ ഹോൾസ് ഉണ്ടോ നോക്കും, അതുപോലെ എന്താണ് ക്ലബ്സ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടോ നോക്കും, അങ്ങനെയൊക്കെയാ മോൾഡുകൾ ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഈ റോഡന്റിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റോഡന്റിന്റെ കാര്യത്തിൽ റോഡന്റിന്റെ ഇൻഫെസ്റ്റേഷൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഡ്രോപ്പിംഗ്സ്. ഡ്രോപ്പിംഗ്സ് എന്താണ്, ആ ഒരു എന്താണ് നമ്മുടെ ഇപ്പോൾ റോഡന്റിന്റെ യൂറിനോ അല്ലെങ്കിൽ അതിന്റെ ഫീക്കൽ മാറ്റേഴ്സോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കിയൊക്കെ അവിടെ സ്പ്രെഡ് ചെയ്തൊക്കെ ഇട്ടേക്കും, അങ്ങനെയുള്ള ഡ്രോപ്പിംഗ്സ് ഒക്കെ ഉണ്ടോ നോക്കുക. നെക്സ്റ്റ് ട്രാക്ക്, ഇത് വരുന്ന പോകുന്ന വഴികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക, ട്രാക്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ഡെയിലി വരുന്ന വഴിയാണെങ്കിൽ എന്ത് പറ്റുമോ, നല്ല തെളിഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് നോയിങ് ഡാമേജ്. ഇപ്പം നമ്മുടെ അടുക്കളയിലെ കബോർഡ്സ് ഒക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യും, പതുക്കെ പതുക്കെ തുറന്നു വെച്ചേക്കും. അതുപോലെ അലൂമിനിയം വയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നല്ല രീതിയിൽ കരണ്ട് മുറിച്ചൊക്കെ വെച്ചേക്കും. സോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. നെക്സ്റ്റ് ബറോ ഫോം ചെയ്തിട്ടുണ്ടോ നോക്കുക, അതായത് തുരങ്കങ്ങൾ, ചെറിയ ഗുഹ പോലെയൊക്കെ ബറോസ് ഫോം ചെയ്തിട്ടുണ്ടോ, തറയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടോ നോക്കുക. ഭിത്തിയിൽ ഏതെങ്കിലും ഹോളൊക്കെ ഇട്ടിട്ടുണ്ടോ, അതുവഴി പോകുന്നോ വരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. നെക്സ്റ്റ് ഗ്രീസ് മാർക്സ്, തറയിലുള്ള മാർക്കിങ്സ് ഒക്കെ നോക്കുക. യൂറിൻ സ്റ്റെയിൻ ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ റോഡന്റുകൾ ചത്തോ അല്ലെങ്കിൽ ജീവനോടെയൊക്കെ ഓടുന്ന കാണാം. ഇപ്പൊ തട്ടും പുറത്തൊക്കെ കയറി കഴിഞ്ഞാൽ റോഡന്റുകൾ ഓടുന്ന കാണാറുണ്ടല്ലോ, നമ്മളിപ്പോൾ സിനിമയിലാണെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലൈവായിട്ടോ ഡെഡ് ആയിട്ടുള്ള റോഡൻസ് ഉണ്ടോ നോക്കുക. അതുപോലെ റോഡന്റിന്റെ സൗണ്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. റോഡന്റിന്റെ ഓർഡേഴ്സ്, ഇപ്പൊ ഒരുപാട് നാൾ പൂട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എലിയൊക്കെ ഉണ്ടാവും. അങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവുന്നത്. അതാണ് റോഡന്റ് ഓർഡർ. ആ ഒരു റോഡൻസിന്റെ ഓർഡർ ആണത്. ഓർഡർ മീൻസ് മണം എന്നാണ്. അപ്പൊ അതിന്റെ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഡർ ആയിരിക്കും. സോ നമുക്കത് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോഡന്റ് ഇൻഫെസ്റ്റേഷനിൽ ചെക്ക് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്താണ് റോഡന്റ് കയറി പരിപാടി തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് സാനിറ്റേഷൻ ആണ്. അപ്പോൾ റോഡൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റിലെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രാഷും അതുപോലെ ഗാർബേജും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുക, വൃത്തിയാക്കി ഇടുക. ഇനി വീടിന്റെ പരിസരത്തും, വീടുള്ള സ്റ്റോറേജ് ഏരിയ ആണെങ്കിലും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വീടുകളോ ഗ്രാസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ, വേണ്ടാത്ത രീതിയിലുള്ള ചെടികളൊക്കെ വളർന്ന് നിൽക്കുന്നെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വെട്ടി നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ റോഡന്റുകൾ കയറി താമസിക്കാൻ, ഹാർബർ എന്ന് പറയുമ്പോഴത്തേക്ക് റോഡന്റിന് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം, അതിന്റെ ഹാബിറ്ററ്റ് ഒരുക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്ത് കളയുക. നെക്സ്റ്റ് എന്താണ്, ക്ലീനിങ് ഇൻസ്പെക്ഷൻ, നന്നായിട്ട് സ്റ്റോറേജ് പ്രാക്ടീസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു നമ്മുടെ ഇപ്പോൾ നെല്ലാണെന്ന് വെച്ചോളൂ. അപ്പം നമ്മൾ നെല്ല് സൂക്ഷിക്കേണ്ട സ്റ്റോറേജ് ഏരിയ, അപ്പം നെല്ലിന് നമ്മൾ സൂക്ഷിക്കാൻ പണ്ടൊക്കെ ആണെങ്കിൽ പത്തായംസ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പത്തായത്തിൽ നമ്മൾ ഈ വർഷം നെല്ലിട്ടു, അത് കഴിഞ്ഞ് നെല്ല് നമ്മൾ എടുത്തെടുത്ത് തീർന്നു. ഇനി നെക്സ്റ്റ് ഇയർ എടുക്കുന്നതിന് മുന്നേ പത്തായം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അല്ല അതൊക്കെ മതി, അല്ലെങ്കിൽ അന്ന് യൂസ് ചെയ്തതല്ലേ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചിരുന്നാൽ അതിനകത്ത് ചിലപ്പോൾ എലി കാണും, അല്ലെങ്കിൽ എലിയുടെ കുഞ്ഞുങ്ങളെങ്കിലും കാണും. സോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ എലി തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പെസ്റ്റുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക, നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ സാനിറ്റൈസ് ചെയ്ത് വേണം സൂക്ഷിക്കേണ്ടത്.
നെക്സ്റ്റ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആണ്. അതിൽ നമ്മൾ എക്സ്ക്ലൂഷൻ ആണ് നോക്കുന്നത്. അതായത് അത് അങ്ങോട്ട് കയറാൻ പാടില്ല, റോഡൻസ് വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യുക. റോഡൻസിനെ അങ്ങോട്ട് കയറാൻ പാടില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം? ഫസ്റ്റ് പറയുന്നത് ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സീൽ ചെയ്യുക. ഇപ്പൊ 1/4 ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ ആണെങ്കിൽ 1.25 ഇഞ്ചിന് മുകളിലുള്ള ഓപ്പണിങ്സ് ഒക്കെ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും അതുവഴി എന്ത് കയറാൻ പറ്റും? മൈസുകൾ കയറും. സോ അതുകൊണ്ട് അത് സീൽ ചെയ്തോളുക. ഇനി 1.5 ഇഞ്ചൊക്കെ ആണെങ്കിൽ അതുവഴി റാറ്റിനും കയറി പോകാനായിട്ട് പറ്റും. സോ അങ്ങനെയുള്ള ഓപ്പണിങ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് സീൽ ചെയ്യണം. ഇനി സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കഷ്ണം പേപ്പർ ചുരുട്ടി വെച്ചാൽ മതിയോ? കുറച്ച് പശ തേച്ച് പേപ്പർ ഒട്ടിച്ചാൽ മതിയോ? പോരാ. അതിന് വേണ്ടി നല്ല ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. സ്റ്റീൽ വൂളോ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റലോ ഹാർഡ്വെയർ ക്ലോത്തോ അല്ലെങ്കിൽ മോട്ടറോ പോലുള്ള സ്ട്രക്ചേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി 12 ഇഞ്ചുള്ള 24 ഗോജ് ഷീറ്റ് മെറ്റലൊക്കെ നമുക്ക് ഡോർസിന്റെ താഴെ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. ഇത്രയൊക്കെ ഉള്ള ഒരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അതുവഴി റോഡന്റിന് ഈസി ആയിട്ട് കയറി വരാനും പോകാനും പറ്റും. നമ്മൾ റോഡന്റിന്റെ ആ ഒരു ഫീച്ചേഴ്സ് പഠിച്ചാൽ പറഞ്ഞു, ചെറിയ സ്പേസിൽ കൂടെയൊക്കെ കയറി പോകാൻ പറ്റും, അത്രയും ഫ്ലെക്സിബിൾ ആണ്. സോ അങ്ങനെയുള്ള സ്പേസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഗോജ് ഷീറ്റ് മെറ്റൽ വെച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്യാനായിട്ട് സൂക്ഷിക്കുക. അപ്പൊ അതൊരു എക്സ്ക്ലൂഷൻ മെത്തഡാണ്. ഇനി ഇങ്ങോട്ട് വരരുത്, പ്രിവെൻഷൻ ആണ്. വരാൻ പാടില്ല, വന്നു കഴിഞ്ഞിട്ടല്ല, അത് ഇങ്ങോട്ട് വരണ്ട. നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. നെക്സ്റ്റ്, ഈ എക്സ്ക്ലൂഷനിൽ നമ്മൾ പാലിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒരു ഹോൾ ആണുള്ളതെങ്കിൽ ഹോൾ എന്ത് ചെയ്യുക? സ്റ്റഫ് ചെയ്യുക. ഒരു ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി ഹാർഡ് ആയിട്ടുള്ള മെറ്റൽസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് കൊണ്ടുവന്ന് നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് ഇറുകി വെക്കുക. അതുവഴി ഇങ്ങോട്ട് കയറി വരാൻ പാടില്ല. ഇനി ഒരു ക്രാക്ക്, ഒരു പൊട്ടലാണുള്ളതെങ്കിൽ അതെന്ത് ചെയ്യുക? നമ്മൾ സീൽ ചെയ്യണം, നന്നായിട്ട് ഉറപ്പിച്ച് വയ്ക്കണം. ഇനി ഒരു ഗ്യാപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഗ്യാപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഈ റോഡന്റിനെ സംബന്ധിച്ച്, അതിന്റെ പ്രിവെൻഷനെ സംബന്ധിച്ച് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. ഹോൾ ആണെങ്കിൽ സ്റ്റഫ് ചെയ്യുക, ക്രാക്ക് ആണെങ്കിൽ സീൽ ചെയ്യുക, ഗ്യാപ്പ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുക. നെക്സ്റ്റ്, പോപ്പുലേഷൻ റിഡക്ഷൻ ആണ്. പോപ്പുലേഷൻ റിഡക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഏരിയയിൽ ഇപ്പൊ റോഡൻസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ട്രാപ്പ് വെച്ച് പിടിക്കുക, അല്ലെങ്കിൽ ബെയ്റ്റ് വെച്ച് പിടിക്കുക. പിന്നെ ഉള്ളത് എന്താണ്? കൾച്ചറൽ പ്രാക്ടീസ്. തീയൊക്കെ ഇട്ട് പുകയൊക്കെ കാണിച്ച് ഓടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രിഡേഷൻ, പാമ്പിനെയൊക്കെ കൊണ്ട് വിട്ടുകൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൽ നമുക്ക് പ്രധാനമായും 2 കാര്യങ്ങൾ പ്രധാനമായും നമുക്ക് പഠിക്കാനുണ്ട്. ട്രാപ്സിനെ പറ്റിയും ബെയ്റ്റ്സിനെ പറ്റിയിട്ടും. ഫസ്റ്റ് നമുക്ക് ട്രാപ്സിനെ പറ്റി പഠിക്കാം. ഈ ട്രാപ്സ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇൻഫെസ്റ്റേഷൻ സ്മോൾ ആണ്, അതായത് കുറച്ച് നമ്പർ ഓഫ് റോഡൻസ് മാത്രം വന്നിട്ടുണ്ട്, അതിന്റെ ഇൻഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് പോയിസണിങ്ങോ അല്ലെങ്കിൽ ബെയ്റ്റിങ്ങോ അല്ലെങ്കിൽ ഫ്യൂമിഗേഷനോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ട്രാപ്പുകൾ യൂസ് ചെയ്യാം. അപ്പോൾ പ്രധാനപ്പെട്ട ട്രാപ്പുകൾ ഇങ്ങനെയാണ് വരുന്നത്. കേജ് ട്രാപ്പ്. കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ട്രാപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, കേജ് ട്രാപ്പ്, അതായത് കൂടായിട്ട് ഇരിക്കും. അതെന്താണ്? ട്രാപ്പാണ് ശരിക്കും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? വല്ല തേങ്ങയുടെ കഷ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫുഡ് സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് റോഡന്റ് വരും, ആ കൂട്ടിനകത്ത് അങ്ങ് പെട്ടുപോകും. അതാണ് നമ്മൾ കേജ് ട്രാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വുഡൻ ട്രാപ്പ് ആണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന എലിപ്പെട്ടിയാണ് വുഡൻ ട്രാപ്പിൽ വരുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് വെച്ചിട്ടാണ് വിളിക്കുന്നത്, അല്ലെ എന്തെങ്കിലും രീതിയിലുള്ള ഫുഡ്സ്. അത് നമ്മൾ പോയിസൺ ഒന്നും പുരട്ടത്തില്ല. നല്ല രീതിയിലുള്ള ഫുഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും? അതവിടെ വെച്ചിട്ട് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങും, രാവിലെ ആകുമ്പോൾ അതിനകത്ത് എലി കയറിയിരിക്കും. എന്താ പറ്റുന്നത്? ആ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ആ ഒരു വാതിൽ അങ്ങ് അടഞ്ഞു പോവും, എലി അതിനകത്ത് പെടുകയും ചെയ്യും. നെക്സ്റ്റ് വരുന്നത് വയർ ട്രാപ്സ് ആണ്. വയർ കൊണ്ടുണ്ടാക്കുന്ന ട്രാപ്പുകളാണ്. ഇതിനകത്തും അകത്തോക്ക് കയറുമ്പോൾ എന്ത് പറ്റും? കൂടങ്ങ് അടഞ്ഞു പോവും. അപ്പോൾ ആ ട്രാപ്പിനകത്ത് ആര് പെടും? റോഡന്റ് പെടും. നെക്സ്റ്റ് പറയുന്നത് സ്നാപ്പ് ട്രാപ്പുകളാണ്. സ്നാപ്പ് ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഈ എലി ഇതിനകത്തുകൊണ്ട് തല വെച്ച ഉടനെ വായങ്ങ് അടഞ്ഞു പോകും, അവിടെ എലി ചത്തുപോവാണ് ചെയ്യുന്നത്. ആ സ്പോട്ടിൽ തന്നെ എന്ത് പറ്റും? എലി ചത്തുപോകും. നെക്സ്റ്റ്, ബാംബൂ ട്രാപ്സ് ആണ്. ബാംബൂ ട്രാപ്സ് ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. ഈ ബാംബൂ ട്രാപ്സിനകത്തും എലി ജീവനോടെ കാണത്തില്ല, ചത്തുപോവാണ് ചെയ്യുന്നത്. അതായത് ഇതിനകത്തൊരു സ്ട്രിങ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ബാമ്പു, ആ മുളയുടെ കുഴലിനകത്ത് എലി ഇതിനകത്തൊക്കെ തലയിടുമ്പോൾ ആ ഒരു സ്ട്രിങ് വലിയും, അപ്പത്തുനിന്ന് ഒരു ആരോ വന്നിട്ട് ഇങ്ങനെ തളഞ്ഞു കയറിയിട്ട് ആ എലി അതിനകത്ത് പെട്ടുപോവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബന്ദിക്കൂട്ട് ട്രാപ്പ്. അതിനകത്തും എന്ത് പറ്റും? ഈ എലി ചത്തുപോവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡബിൾ മൗത്ത് ഷുവർ സക്സസ് ട്രാപ്പ്, യൂണിയൻ ട്രാപ്പ്. ഇതെല്ലാം കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന 2 ട്രാപ്പുകളാണ്. അപ്പൊ ഇവിടെ എല്ലാം എലി എന്താണ്? ട്രാപ്പ് വെച്ച് പിടിക്കുകയാണ്. അതായത് നമ്മളവിടെ പോയിസണിങ്ങോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് വെച്ച് കൊടുത്തിട്ട് എലി അതിനകത്തേക്ക് കയറുന്നു, പിടിക്കുന്നു. അതാണ് നമ്മൾ ഈ ട്രാപ്സ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ
ബെയ്റ്റിങ്ങിനെ പോയിസൺ ബെയ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പോയിസൺ ബെയ്റ്റിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ പ്രീ ബെയ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പ്രീ ബെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നോൺ ടോക്സിക് ആയിട്ടുള്ള ബെയ്റ്റ് ബ്ലോക്സുകൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു ഈ പ്രീ ബെയ്റ്റിംഗ് വയ്ക്കുന്നത് കൊണ്ട്, അതായത് അവിടെ നമ്മൾ വിഷമൊന്നും നോൺ ടോക്സിക് ആണ് വെക്കുന്നത്. അപ്പോൾ ഈ പ്രീ ബെയ്റ്റിംഗ് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ എലിപ്പെട്ടി കാര്യങ്ങളൊക്കെ അത് ആ ഒരു പ്രീ ബെയ്റ്റിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ അത് വെക്കുമ്പോൾ അതിനകത്ത് നോൺ ടോക്സിക് ആണ്, ചത്തൊന്നും പോകത്തില്ല. അത് വെച്ചിട്ട് അതിനകത്ത് എലി പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് മനസ്സിലാക്കാം? പ്രസൻസ് ഓഫ് റോഡന്റ്, അതായത് ആ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫുഡ്സ് ഉള്ളിടത്ത് എന്തുണ്ട്? റോഡന്റ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ലൈവ് ട്രാപ്പ് ആണ്. ലൈവ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അനിമൽസ് അൺവാണ്ടഡ് ആയിട്ടുള്ള റോഡന്റുകളെയോ കാര്യങ്ങളെയൊക്കെ നമ്മൾ പിടിക്കുന്നത്, മനുഷ്യനായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതിനകത്ത് ഈ ഒരു അനിമലിനെ പിടിക്കുന്നതിനാണ് നമ്മൾ ലൈവ് ട്രാപ്സ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ട്രാപ്സ് കണ്ടപ്പോൾ അതിനകത്ത് 3-4 എണ്ണത്തിനകത്ത് നമ്മൾ പറഞ്ഞു എലി ചത്തൊന്നും പോകത്തില്ല, ആ കൂട്ടിനകത്ത് കയറിയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലൈവ് ട്രാപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലൈവ് ട്രാപ്സിന് എക്സാമ്പിൾ എന്താണ്? വോണ്ടർ ട്രാപ്സ് ലൈവ് ട്രാപ്സിന് എക്സാമ്പിൾ ആണ്. അതായത് ഇതുപോലെ കേജ് ട്രാപ്സ്, ഈ കൂടിനകത്തേക്ക് കയറുമ്പോൾ ചത്തുപോകത്തില്ല, അതിനകത്ത് ആര് പെടും? എലി പെടും. അതിനെയാണ് നമ്മൾ ലൈവ് ട്രാപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോപ്പുലേഷൻ റിഡക്ഷനിൽ മെയിൻ ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് പോയിസൺ ബെയ്റ്റിംഗ് ആൻഡ് ഫ്യൂമിഗന്റ് ആണ്. അപ്പോൾ പോയിസൺ അറിയാലോ, വിഷം വെച്ചിട്ട് നമ്മൾ ആ എലിയെ കൊന്ന് പിടിക്കുന്നതിനായി, എലിയെ മാത്രമല്ല റോഡന്റിനെ കൊന്ന് പിടിക്കുന്നതിനെയാണ് നമ്മൾ പോയിസൺ ബെയ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ റാറ്റ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡന്റിസൈഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? റോഡന്റുകളെ കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോയിസണെയാണ് നമ്മൾ റോഡന്റിസൈഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റോഡന്റിസൈഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോയിസൺ ബെയ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോഡന്റിസൈഡ്സ് പ്രധാനമായും 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സിംഗിൾ ഡോസ് പോയിസൺ. അപ്പോൾ ഈ സിംഗിൾ ഡോസ് പോയിസൺ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് പോയിസൺസ് ആണ്. ഈ അക്യൂട്ട് പോയിസൺസ് ഒരു ഒറ്റ തവണ വെച്ചു കഴിഞ്ഞാൽ, ഒറ്റ തവണ എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ ചാവും. അല്ലാതെ അത് ചത്തിട്ട് പിന്നെ നാളെ വന്ന് തിന്ന് മറ്റന്നാൾ വന്ന് തിന്ന് അങ്ങനെയല്ല. ഒറ്റ സിംഗിൾ എക്സ്പോഷർ കൊണ്ട് തന്നെ ആ ഒരു റോഡന്റിനെ പിടിക്കാൻ പറ്റും. റോഡന്റ് ചത്തു പോകുന്നതിനെയാണ് നമ്മൾ സിംഗിൾ ഡോസ് പോയിസൺ എന്ന് വിളിക്കുന്നത്. അതെന്താണ്? അക്യൂട്ട് പോയിസൺ ആണ്. അതിന് എക്സാമ്പിൾ പഠിച്ചോളുക. സിങ്ക് ഫോസ്ഫൈഡ് ആണ് സിംഗിൾ ഡോസ് പോയിസൺ അല്ലെങ്കിൽ അക്യൂട്ട് പോയിസണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. രണ്ടാമത്തേത് മൾട്ടിപ്പിൾ ഡോസ് പോയിസൺ ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഡോസ് പോയിസൺ എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽസ് എഫക്റ്റീവ് ആണ്, പക്ഷേ അത് മൾട്ടിപ്പിൾ ഫീഡ് ചെയ്യണം. 1-2 പ്രാവശ്യം അധികം ചെയ്താൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? എഫക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ ഡോസ് പോയിസൺ ഇത് ആ ഒരു ഓർഗാനിസംസ് അല്ലെങ്കിൽ ആ ഒരു റോഡന്റിന്റെ ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ പതിയെ അതിന്റെ അഡ്വേഴ്സ് എഫക്റ്റുകൾ ജനറേറ്റ് ചെയ്തിട്ടാണ് ആ ആനിമൽസ് ഡെഡായി പോകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മൾട്ടിപ്പിൾ ഡോസ് പോയിസൺ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്പ് പോയിസൺസ് ഉണ്ട്, സിംഗിൾ ഡോസ് പോയിസണും അതുപോലെ മൾട്ടിപ്പിൾ ഡോസ് പോയിസണും. ഇനി റോഡന്റിസൈഡ്സിന് നമ്മൾ അക്യൂട്ട് എന്നും ക്രോണിക് എന്നും, അതായത് സിംഗിൾ ഡോസും മൾട്ടിപ്പിൾ ഡോസ് നമ്മൾ കണ്ടല്ലോ. അതിനകത്ത് സിംഗിൾ ഡോസിന് നമ്മൾ അക്യൂട്ട് എന്ന് വിളിച്ചു, മൾട്ടിപ്പിൾ ഡോസിന് നമ്മൾ ക്രോണിക് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ മൾട്ടിപ്പിൾ ഡോസിൽ നമ്മൾ കൊടുക്കുന്നത് ആന്റി കൊയാഗുലൻസ് ആണ് അല്ലെങ്കിൽ ക്രോണിക് പോയിസൺസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? പതിയെ ആ ഒരു പോയിസൺ ഇൻജസ്റ്റ് ചെയ്തതിന് ശേഷം പതിയെ അതിനകത്ത് അഡ്വേഴ്സ് എഫക്റ്റ് ജനറേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന റോഡന്റുകൾ ചത്തുപോകുന്നത്. അതാണ് ക്രോണിക് പോയിസണിൽ വരുന്നത്. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ പഠിക്കാനുള്ള 3 എക്സാമ്പിൾസ് ഉണ്ട്. വാർഫാരിൻ, ക്ലോറോഫാസിനോൺ, ഡയഫാസിനോൺ. അങ്ങനെ 3 എക്സാമ്പിൾസ് പഠിച്ചോളുക. അത് ഫസ്റ്റ് ജനറേഷൻ പോയിസൺ ആണ്. വാർഫാരിൻ, ക്ലോറോഫാസിനോൺ ആൻഡ് ഡയഫാസിനോൺ. ഇനി സെക്കൻഡ് ജനറേഷനിൽ വരുന്നത് ബ്രോഡിഫാക്വം, എക്സാമ്പിൾ ടാലൻ, ബ്രോമാഡൈലോൺ, എക്സാമ്പിൾ മാക്കി. ആ 2 എക്സാമ്പിൾസ് സെക്കൻഡ് ജനറേഷൻ പോയിസൺ ആയിട്ട് പഠിച്ചോളുക. അപ്പോൾ ആന്റി കൊയാഗുലൻസിനെയാണ് നമ്മൾ ക്രോണിക് പോയിസൺസ് എന്ന് വിളിക്കുന്നത്. അതെന്ത് ചെയ്യും? അത് കഴിച്ചതിന് ശേഷം പതിയെ 2 ആഴ്ചയൊക്കെ എടുത്തിട്ടേ ആ ഒരു ഓർഗാനിസംസ്, ആ ഒരു റോഡന്റ് ചത്തുപോകത്തുള്ളൂ. ആ ഒരു റോഡന്റ് എങ്ങനെയാ ചാവുന്നത്? പതിയെ ഇൻജസ്റ്റ് ചെയ്തിട്ട് പതിയെ അഡ്വേഴ്സ് എഫക്ട് ജനറേറ്റ് ചെയ്തിട്ടാണ് മരിക്കുന്നത്. എക്സാമ്പിൾസ് ആരൊക്കെയാ? വാർഫാരിൻ, ക്ലോറോഫാസിനോൺ, ഡൈഫാസിനോൺ. സെക്കൻഡ് ജനറേഷനിൽ ബ്രോഡിഫാക്വം, ബ്രോമാഡൈലോൺ ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു: മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ക്രോണിക് പോയിസൺ ഇൻ റോഡന്റ് കൺട്രോൾ. റോഡന്റ് കൺട്രോളിൽ ഏറ്റവും വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രോണിക് പോയിസൺ ഉണ്ട്, അത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പറയുന്നു താലിയം സൾഫേറ്റ്, ഓപ്ഷൻ സി. ഓപ്ഷൻ ബി പറയുന്നു ബേരിയം കാർബണേറ്റ്, ഓപ്ഷൻ സി വാർഫാറിൻ, ഓപ്ഷൻ ഡി സിങ്ക് ഫോസ്ഫൈഡ്. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ
മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്രോണിക് പോയിസണിന്റെ എക്സാമ്പിൾ ആരാണ്? ഓപ്ഷൻ സി ആണ്, വാർഫാറിനാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ABCD ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ തിരുത്തിയേക്കും, ABCD. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, വാർഫാറിനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ജനറേഷൻ പോയിസൺ ആണ് വാർഫാറിൻ കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് റോഡന്റിസൈഡ്സിൽ നോൺ ആന്റി കൊയാഗുലൻസ് ആണ്, അല്ലെങ്കിൽ അക്യൂട്ട് പോയിസൺസ് ആണ്. ഹൈലി ടോക്സിക് ആണ് അക്യൂട്ട് പോയിസൺസ്. ഒറ്റത്തവണ ഇൻജസ്റ്റ് ചെയ്താൽ ഫസ്റ്റ് കോണ്ടാക്ട് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? റിസൾട്ടുകൾ നമുക്ക് കിട്ടും. അതിന് എക്സാമ്പിൾസ് പഠിച്ചോളുക. സിങ്ക് ഫോസ്ഫേറ്റ്, ബ്രോമെത്താലിൻ, കോളികാൽസിഫെറൽ. ഈ 3 എക്സാമ്പിൾസ് ആരിൽ പഠിച്ചോളുക? അക്യൂട്ട് പോയിസൺസിൽ പഠിച്ചോളുക. ഇനി അക്യൂട്ട് പോയിസൺസിനെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് അക്യൂട്ട് റോഡന്റിസൈഡ്. ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന അക്യൂട്ട് റോഡന്റിസൈഡ് എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ നോർ ബ്രോമൈഡ്, ഓപ്ഷൻ ബി ബേരിയം കാർബണേറ്റ്, ഓപ്ഷൻ സി സിങ്ക് ഫോസ്ഫേറ്റ്, ഓപ്ഷൻ ഡി ബ്രോഡിഫാക്വം. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അക്യൂട്ടിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആരെയാണ്? ഓപ്ഷൻ സി സിങ്ക് ഫോസ്ഫേറ്റ് ആണ്. ക്രോണിക്കിലാവുമ്പോൾ ആരാണ്? വാർഫാറിൻ. അപ്പൊ 2 കാറ്റഗറി, അക്യൂട്ടും ക്രോണിക്കും ഏതാന്നുള്ള കാര്യങ്ങൾ പഠിച്ചുകൊള്ളുക. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസും കാണാതെ തന്നെ പഠിച്ചുകൊള്ളുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, കീസ് ടു എൻഷുർ എഫക്റ്റീവ് കൺട്രോൾ ബൈ പോയിസൺ ബെയ്റ്റ്. പോയിസൺ ബെയ്റ്റ് കൊണ്ട് പോയിസൺ കൊടുത്തു, നമ്മൾ പോയിസൺ വെച്ച് ഫുഡെല്ലാം വെച്ച് കൊടുത്തിരിക്കുകയാണ് റാറ്റിന് അല്ലെങ്കിൽ റോഡന്റിന്. അത് എങ്ങനെ നമുക്കത് എഫക്റ്റീവ് കൺട്രോൾ ആണെന്ന് എൻഷുർ ചെയ്യാൻ പറ്റും? ഫസ്റ്റ്, ഇൻസ്റ്റലേഷൻ ഓഫ് ഫ്രഷ് ബെയ്റ്റ്സ് ആൻഡ് ബെയ്റ്റ് പോയിന്റ്സ്. അതായത് റോഡന്റ് ഇവിടെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ അപ്പുറത്തെ റൂമിൽ കൊണ്ട് റോഡന്റിസൈഡ് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ആ റോഡന്റിന്റെ ആക്ടിവിറ്റി എവിടെയാണോ ഹൈ ആയിട്ട് നിൽക്കുന്നത് അവിടെ ഫ്രഷ് ആയിട്ടുള്ള ബെയ്റ്റുകൾ കൊണ്ട് വെച്ചു കൊടുക്കുക. അതുപോലെ ബെയ്റ്റ് പോയിന്റ്സ് എന്തായിരിക്കണം? കൃത്യമായിരിക്കണം. തോന്നിയെടുത്ത് കൊണ്ട് വെച്ചു കൊടുത്താൽ അതൊന്നും വന്ന് കഴിക്കത്തില്ല. ഫ്രഷ് ആയിരിക്കണം. ഇന്ന് വെച്ചതിൽ ഇന്ന് റോഡന്റ് വന്ന് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നാളെ എന്ത് ചെയ്യുക? നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചു കൊടുക്കുക. രണ്ടാമത് എന്താണ്? കറക്റ്റ് ആയിട്ട് റോഡന്റുകൾക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം വെച്ചു കൊടുക്കേണ്ടത്. ആ പ്ലേസ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല? വന്ന് ആ കുരുക്കില് പെടത്തില്ല. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? ബെയ്റ്റ് ഫോർമുലേഷൻ കറക്റ്റ് ആയിരിക്കണം. മാച്ച് റൈറ്റ് ബെയ്റ്റ് ഫോർമുലേഷൻ ആയിരിക്കണം. അതായത് ലൂസ് ഗ്രെയിൻ ബെയ്റ്റുകളോ വാക്സ് ബ്ലോക്സുകളോ പെല്ലറ്റുകളോ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം വെക്കാൻ. തോന്നിയ പോലെ ഏതെങ്കിലും ഒന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും റോഡന്റ് വന്ന് അട്രാക്ട് ചെയ്തില്ല. സോ റൈറ്റ് ആയിട്ടുള്ള ബെയ്റ്റ് ഫോർമുലേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പോയിസൺ ബെയ്റ്റുകൾ ഉണ്ടാക്കാനായിട്ട്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബെയ്റ്റ് പ്രോഗ്രാംസ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ബെയ്റ്റ് വയ്ക്കുമ്പോൾ അഫക്ട് ചെയ്യുന്നതാണ്? ഫസ്റ്റ് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് അതർ ഫുഡ് സോഴ്സസ് ആണ്. ഇപ്പൊ നിറച്ച് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്, ആ സ്ഥലത്താണ് ഈ റോഡന്റുകളൊക്കെ നന്നായിട്ട് സ്വൈര്യമായിട്ട് വിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പോയിസൺ ബെയ്റ്റിൽ ഫുഡ് കൊണ്ട് വെച്ചു കൊടുത്താൽ കഴിക്കാനുള്ള ചാൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം അവർക്ക് വേറെ അവൈലബിലിറ്റി ഓഫ് ഫുഡ് സോഴ്സസ് ഉണ്ട്. അവിടെയാണല്ലോ നമ്മൾ കൊല്ലേണ്ടത്, അവിടെ നിന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റിലാണ് ഇത് എഫക്ട് ചെയ്യാൻ വരുന്നത്. സോ അവിടെ നിന്ന് വേണം നമ്മൾ അതിനെ ഒഴിവാക്കേണ്ടത്. പക്ഷേ ഫുഡ് റിസോഴ്സ് അല്ലെങ്കിൽ ഫുഡ് സോഴ്സിന്റെ അളവ് കൂടുതലാണെങ്കിൽ ആ ഒരു കാര്യം എന്തിനെ അഫക്ട് ചെയ്യും? ബെയ്റ്റിംഗ് പ്രോഗ്രാമിനെ അഫക്ട് ചെയ്യും. നെക്സ്റ്റ്, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ബെയ്റ്റ് പ്ലേസ്മെന്റ്. നമ്മളെ കയ്യിൽ ഒരു ബെയ്റ്റേ ഉള്ളൂ, അതുപോലെ ഒരു 10-500 റോഡന്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഒരെണ്ണം വെച്ച് ആ നമ്പർ ഇൻസഫിഷ്യന്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ അത് എന്തിനെ ബാധിക്കുന്നുണ്ട്? ബെയ്റ്റിംഗ് പ്രോഗ്രാമിനെ ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ബെയ്റ്റ് സ്റ്റേഷൻസിന്റെ പുവർ മെയിൻ്റനൻസ്. നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതും എന്തിനെ അഫക്ട് ചെയ്യും? ബെയ്റ്റിംഗ് പ്രോഗ്രാമിനെ അഫക്ട് ചെയ്യും. നെക്സ്റ്റ്, അവോയ്ഡ് മൂവിംഗ് ബെയ്റ്റ് സ്റ്റേഷൻസ് വൺസ് ഫീഡിംഗ് ഹാസ് ബിഗൻ. ഇപ്പൊ ഫീഡിംഗ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ അനക്കിക്കൊണ്ടിരുന്നാൽ എന്ത് പറ്റും? അതിൽ വന്ന് ആ ഒരു റോഡന്റ് പെടത്തില്ല. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മൂവ്മെന്റ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ബെയ്റ്റിംഗ് പ്രോഗ്രാംസ് എല്ലാം സക്സസ് ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ മെയിൻറ്റെയിൻ സ്റ്റഡി സപ്ലൈ ഓഫ് ഫ്രഷ് ബെയ്റ്റ്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഫ്രഷ് ബെയ്റ്റുകൾ വെച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഒരാഴ്ച പഴക്കമുള്ള ബെയ്റ്റ് ആണ്, അന്ന് അതിൽ റോഡന്റ് പെട്ടില്ല, അതുകൊണ്ട് അത് തന്നെ ഇരിക്കട്ടെ എന്നൊന്നും വിചാരിക്കരുത്. ഫ്രഷ് ബെയ്റ്റുകൾ വെച്ചു കൊടുക്കുക. ഫ്രഷ് ബെയ്റ്റുകൾ വെച്ചാൽ മാത്രമേ അതിനകത്ത് വന്നോണ്ട് ആര് വീഴത്തുള്ളൂ? റോഡന്റുകൾ വീഴത്തുള്ളൂ. സോ ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഈ ബെയ്റ്റിംഗ് പ്രോഗ്രാംസിനെ അഫക്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു പോയിന്റ്സ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രൂപ്പ് ഓഫ് മാമൽസ് ഈസ് ഹൈലി സക്സസ്ഫുൾ ഇൻ മെനി എൻവയോൺമെന്റ്സ് ആൻഡ് ആക്ട് ആസ് ഇമ്പോർട്ടന്റ് റിസർവേഴ്സ് ഓഫ് ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ്? ഏത് ഗ്രൂപ്പ് ഓഫ് മാമൽസ് ആണ് ഹൈലി സക്സസ്ഫുൾ ആയിട്ട് എല്ലാ എൻവയോൺമെന്റിൽ നിൽക്കുന്നതും അതുപോലെ ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ് ആയിട്ട് മാറുന്നതെന്നാണ്? ഓപ്ഷൻ എ റോഡന്റ്, ഓപ്ഷൻ ബി കാർണിവോസ്, ഓപ്ഷൻ സി പ്രൈമേറ്റ്, ഓപ്ഷൻ ഡി മാർസുപ്പിയൽസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞോളൂ ആരെ പറ്റിയ? റോഡൻസ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കൺട്രി ആർ റോഡൻസ് കൺസിഡർഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രീ ഹാർവെസ്റ്റ് പെസ്റ്റ് ഫോർ റൈസ്? റൈസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീ ഹാർവെസ്റ്റ് പെസ്റ്റ് ആയിട്ട് റോഡൻസിനെ കണക്കാക്കുന്ന രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ഇന്തോനേഷ്യ, ഓപ്ഷൻ ഡി വിയറ്റ്നാം. എവിടെയാണ്? ഓപ്ഷൻ സി ഇന്തോനേഷ്യയിലാണ് റൈസിന്റെ ഒരു പ്രീ ഹാർവെസ്റ്റ് പെസ്റ്റ് ആയിട്ട് റോഡന്റിനെ കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഇന്റഗ്രേറ്റഡ് റോഡന്റ് മാനേജ്മെന്റ്? IRM ഇന്റഗ്രേറ്റഡ് റോഡന്റ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ്? ഓപ്ഷൻ എ പോപ്പുലേഷൻ റിഡക്ഷൻ, ഓപ്ഷൻ ബി സാനിറ്റേഷൻ, ഓപ്ഷൻ സി റോഡന്റ് ഇൻസ്പെക്ഷൻസ്, ഓപ്ഷൻ ഡി എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ റോഡന്റ് പ്രൂഫിംഗ്. അപ്പോൾ റോഡന്റ് മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് റോഡന്റ് മാനേജ്മെന്റ് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? റോഡന്റ് ഇൻസ്പെക്ഷൻസ് ആണ്. റോഡൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ റിഡക്ഷൻ സ്ട്രാറ്റജീസ് ഓഫ് IRM? ഇന്റഗ്രേറ്റഡ് റോഡന്റ് മാനേജ്മെന്റിന്റെ പോപ്പുലേഷൻ റിഡക്ഷനിലെ ഏത് മെത്തേഡാണ് പാർട്ട് അല്ലാത്തത്? ഓപ്ഷൻ എ ട്രാപ്പിംഗ് പ്രോഗ്രാംസ്, ഓപ്ഷൻ ബി ബെയ്റ്റിംഗ് പ്രോഗ്രാംസ്, ഓപ്ഷൻ സി എക്സ്ക്ലൂഷൻ റോഡന്റ് പ്രൂഫിംഗ്, ഓപ്ഷൻ ഡി പ്രിഡേഷൻ. ഏതാണ്? എക്സ്ക്ലൂഷൻ ആണ്. റോഡന്റ് വരാതിരിക്കാനുള്ള കാര്യം പോപ്പുലേഷൻ റിഡക്ഷനിൽ വരുന്നതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ സൈൻ ഓഫ് റോഡന്റ് ഇൻഫെസ്റ്റേഷൻ? താഴെ തന്നിരിക്കുന്നതിൽ റോഡന്റ് ഇൻഫെസ്റ്റേഷന്റെ സൈൻ എന്താണെന്നാണ്? ഓപ്ഷൻ എ സ്പൈഡർ വെബ്സ്, ഓപ്ഷൻ ബി ഡ്രോപ്പിംഗ്സ്, ഓപ്ഷൻ സി മോൾഡ് ഗ്രോത്ത്, ഓപ്ഷൻ ഡി ടെർമൈറ്റ് ടണൽസ്. എന്താണ്? ഓപ്ഷൻ ബി ഡ്രോപ്പിംഗ്സ് ആണ്. ഡ്രോപ്പിംഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? റോഡന്റ് ഇൻഫെസ്റ്റേഷൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. Next question, what is an important aspect of sanitation in integrated rodent management? Integrated rodent management le sanitation ന്റെ ഏറ്റവും important aspect എന്താണെന്നാണ്? Option A installing traps, option B removing grass, weeds and undesirable vegetation, option C using chemical pesticide, option D installing rodent proof barriers. ഇപ്പോൾ സാനിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റോറേജ് ഏരിയാസിൽ ഇപ്പം നമ്മളുടെ പ്രോഡക്റ്റുകൾ സ്റ്റോർ ചെയ്യാനുള്ള ഏരിയാസ് അല്ലെങ്കിൽ അവിടെ എല്ലാം എന്ത് ചെയ്യുക? നന്നായിട്ട് വൃത്തിയാക്കുക. വൃത്തിയാക്കുക മീൻസ് എങ്ങനെയാണ്? ഗ്രാസുകൾ റിമൂവ് ചെയ്യുക, വീഡ്സ് റിമൂവ് ചെയ്യുക, അൺഡിസൈറബിൾ വെജിറ്റേഷൻസ് മാറ്റി കൊടുക്കുക. അതുപോലെ റോഡൻസിന് കയറി ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഹാബിറ്ററ്റ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിച്ച് കളയുക എന്നുള്ള കാര്യമാണ് സാനിറ്റേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സൈൻ ഓഫ് റോഡന്റ് ഇൻഫെസ്റ്റേഷൻ? റോഡന്റ് ഇൻഫെസ്റ്റേഷന്റെ സൈൻ അല്ലാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ എ റൺവേസ്, ഓപ്ഷൻ ബി ഗ്രീസ് മാർക്ക്, ഓപ്ഷൻ സി യൂറിൻ സ്റ്റെയിൻ, ഓപ്ഷൻ ഡി സ്പൈഡർ വെബ്സ്. ഏതാണ്? ഓപ്ഷൻ ഡി സ്പൈഡർ വെബ്സ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ സീലിംഗ് ഓപ്പണിംഗ്സ് ടു പ്രിവെന്റ് റോഡന്റ് എൻട്രി? താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് മെറ്റീരിയൽ ആണ് ഓപ്പണിംഗ്സ് സീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാത്തതെന്നാണ്? ഓപ്ഷൻ എ കോസ് സ്റ്റീൽ വൂൾ, ഓപ്ഷൻ ബി ഷീറ്റ് മെറ്റൽ, ഓപ്ഷൻ സി കാർഡ്ബോർഡ്, ഓപ്ഷൻ ഡി മോർട്ടർ. ഏതാ? കാർഡ്ബോർഡ്. കാർഡ്ബോർഡ് ഒക്കെ ആണെങ്കിൽ റോഡൻസിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നോ ചെയ്ത് കളയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ഡോർസ് ടു പ്രിവെന്റ് റോഡന്റ് എൻട്രി? റോഡൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോർസിന്റെ ബോട്ടമിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ബ്ലോക്ക് ചെയ്യുന്നതെന്നാണ്? ഓപ്ഷൻ എ പ്ലാസ്റ്റിക് ഷീറ്റ്, ഓപ്ഷൻ ബി 12 inches ഓഫ് എ 24 gauge ഷീറ്റ് മെറ്റൽ, ഓപ്ഷൻ സി റബ്ബർ മാറ്റ്, ഓപ്ഷൻ ഡി വുഡൻ ബോർഡ്സ്. എന്താ ചെയ്യുന്നത്? നമ്മൾ 12 inches ഉള്ള 24 gauge ഷീറ്റ് മെറ്റൽ വെച്ചിട്ടാണ് സീൽ ചെയ്തത് ഡോറിന്റെ ഏറ്റവും താഴെ ഭാഗത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ആർ ട്രാപ്സ് മോസ്റ്റ് യൂസ്ഫുൾ ഇൻ റോഡന്റ് പോപ്പുലേഷൻ റിഡക്ഷൻ? എപ്പോഴാണ് റോഡന്റിന്റെ പോപ്പുലേഷൻ റിഡക്ഷന് വേണ്ടിയിട്ട് ട്രാപ്സ് യൂസ്ഫുൾ ആകുന്നതെന്നാണ്? ഓപ്ഷൻ എ വെൻ ദി ഇൻഫെസ്റ്റേഷൻ ഈസ് ലാർജ്, ഓപ്ഷൻ ബി വെൻ കെമിക്കൽ കൺട്രോൾ ഈസ് ഇംപ്രാക്ടിക്കബിൾ, ഓപ്ഷൻ സി വെൻ ദർ ഈസ് നോ അതർ അനിമൽസ് പ്രസന്റ്, ഓപ്ഷൻ ഡി വെൻ റോഡൻസ് ആർ ഔട്ട്ഡോഴ്സ്. എപ്പോഴാണ് റോഡന്റ് ഇൻഫെസ്റ്റേഷൻ ചെയ്ത് നടക്കുമ്പോൾ നമുക്ക് കെമിക്കൽ കൺട്രോൾ, അതായത് ഫ്യൂമിഗേഷനോ പോയിസണിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ഇംപ്രാക്ടിക്കബിൾ ആണെങ്കിലാണ് നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നത്? ട്രാപ്സ് കൊടുക്കുന്നത്. അപ്പോൾ ട്രാപ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എലിയെ ലൈവോടെ പിടിക്കുന്ന ട്രാപ്സ് ഉണ്ട്, അതുപോലെ നമുക്ക് പിടിക്കുമ്പോഴേ ചത്തുപോകുന്ന ട്രാപ്സും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് റോഡന്റിസൈഡ് കിൽസ് റാറ്റ്സ് ബൈ എ സിംഗിൾ എക്സ്പോഷർ? ഒറ്റ സിംഗിൾ എക്സ്പോഷർ കൊണ്ട് റോഡന്റിസൈഡിനെ കില്ല് ചെയ്യുന്ന റോഡന്റിസൈഡ് ഏതെന്നാണ്? ഓപ്ഷൻ എ മൾട്ടിപ്പിൾ ഡോസ് പോയിസൺ, ഓപ്ഷൻ ബി സിംഗിൾ ഡോസ് പോയിസൺ, ഓപ്ഷൻ സി ക്യുമുലേറ്റീവ് പോയിസൺ, ഓപ്ഷൻ ഡി നോൺ ലീത്തൽ പോയിസൺ. ഏതാണ്? ഒറ്റ യൂസ് ആണെങ്കിൽ സിംഗിൾ ഡോസ് പോയിസൺ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ മൾട്ടിപ്പിൾ ഡോസ് പോയിസൺ? മൾട്ടിപ്പിൾ ഡോസ് പോയിസണിന്റെ എക്സാമ്പിൾ ഏതെന്നാണ്? ഓപ്ഷൻ എ സിങ്ക് ഫോസ്ഫേറ്റ്, ഓപ്ഷൻ ബി വാർഫാറിൻ, ഓപ്ഷൻ സി സോഡിയം സയനൈഡ്, ഓപ്ഷൻ ഡി സ്ട്രൈക്നൈൻ. ഏതാണ്? ഓപ്ഷൻ ബി വാർഫാറിൻ ആണ് ആൻസർ. മൾട്ടിപ്പിൾ ഡോസ് പോയിസൺ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാനാണ്. Rodents can enter through openings greater than 1/4 inches for mice and 1/2 inches for rats. റോഡൻസിന് 1.25 ഇഞ്ചിൽ വലിയ ഗ്രേറ്റർ ഓപ്പണിംഗ് ആണെങ്കിൽ മൈസിന് കയറാൻ പറ്റും, 1.5 ഇഞ്ച് ആണെങ്കിൽ റാറ്റിനും കയറാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ? കറക്റ്റ് ആണ്. സോ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഓപ്പണിങ്സ് നമ്മൾ എന്ത് ചെയ്യുക? സീൽ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, പ്ലാസ്റ്റിക് ഷീറ്റ്സ് ആർ റെക്കമെൻഡഡ് ഫോർ സീലിംഗ് ഓപ്പണിംഗ്സ് ടു പ്രിവെന്റ് റോഡന്റ് എൻട്രി. പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഒക്കെ റോഡന്റിന് ഈസി ആയിട്ട് നോ ചെയ്ത് കളയാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, പ്രിഡേഷൻ ഈസ് വൺ ഓഫ് ദി പോപ്പുലേഷൻ റിഡക്ഷൻ സ്ട്രാറ്റജീസ് ഇൻ ഇന്റഗ്രേറ്റഡ് റോഡന്റ് മാനേജ്മെന്റ്. ഇന്റഗ്രേറ്റഡ് റോഡന്റ് മാനേജ്മെന്റിൽ പ്രിഡേഷൻ എന്ത് തന്നെയാണ്? പോപ്പുലേഷൻ റിഡക്ഷന്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ? കറക്റ്റ് ആണ്. നമുക്കപ്പോൾ ഇവിടെ ബി മാത്രമാണ് റോങ് ആയിട്ട് ഇൻകറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഒൺലി ബി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വീണ്ടും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ബാംബൂ ട്രാപ്സ് ആർ എ ടൈപ്പ് ഓഫ് ട്രാപ്പ് യൂസ്ഡ് ഇൻ റോഡന്റ് പോപ്പുലേഷൻ റിഡക്ഷൻ. റോഡൻസിന്റെ പോപ്പുലേഷൻ റിഡക്ഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ബാംബൂ ട്രാപ്സ് യൂസ് ചെയ്യാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, സിങ്ക് ഫോസ്ഫേറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഡോസ് പോയിസൺ യൂസ്ഡ് ടു കിൽ റാറ്റ്സ്. സിങ്ക് ഫോസ്ഫേറ്റ് മൾട്ടിപ്പിൾ ആണോ? അല്ല, സിംഗിൾ ഡോസ് പോയിസൺ ആണ്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, വാർഫാറിൻ ഈസ് എ സിംഗിൾ ഡോസ് പോയിസൺ ദാറ്റ് കിൽസ് റാറ്റ്സ് ബൈ എ സിംഗിൾ എക്സ്പോഷർ ടു പോയിസൺ ബെയ്റ്റ്സ്. വാർഫാറിൻ സിംഗിൾ ഡോസ് പോയിസൺ ആണെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. വാർഫാറിൻ എന്താണ്? മൾട്ടിപ്പിൾ ആണ്. സിങ്ക് എന്താണ്? സിംഗിൾ ആണ്. സോ ഏതൊക്കെയാ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്? ബിയും സിയുമാണ്. എ അല്ല, ബി ആൻഡ് സി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് റോഡന്റിസൈഡ് കോസസ് ഡെത്ത് 1 to 2 weeks ആഫ്റ്റർ ഇൻജക്ഷൻ ഓഫ് ദി ലീത്തൽ ഡോസ്? ഏത് പോയിസൺ ആണ് കഴിച്ചു കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ 2 ആഴ്ചക്കകം തന്നെ മരിച്ചു പോകുന്ന, റോഡന്റിസൈഡ്സ് ചത്തു പോകുന്നതെന്നാണ്. ഓപ്ഷൻ എ ആന്റി കൊയാഗുലൻസ്, ക്രോണിക് പോയിസൺസ്. ഓപ്ഷൻ ബി നോൺ ആന്റി കൊയാഗുലൻസ്, അക്യൂട്ട് പോയിസൺസ്. ഓപ്ഷൻ സി ഫ്യൂമിഗൻസ്. ഓപ്ഷൻ ഡി പ്രിഡേഷൻ. ഏതാണ്? ഓപ്ഷൻ എ ആന്റി കൊയാഗുലൻസ്, ക്രോണിക് പോയിസൺസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഫസ്റ്റ് ജനറേഷൻ ആന്റി കൊയാഗുലൻ റോഡന്റിസൈഡ്? താഴെ തന്നിരിക്കുന്നതിൽ ഫസ്റ്റ് ജനറേഷൻ ആന്റി കൊയാഗുലൻ റോഡന്റിസൈഡ് ഏതെന്നാണ്? ഓപ്ഷൻ എ ബ്രോഡിഫാക്വം, ഓപ്ഷൻ ബി വാർഫാറിൻ, ഓപ്ഷൻ സി ബ്രോമെത്താലിൻ, ഓപ്ഷൻ ഡി കോളികാൽസിഫെറാൽ. ഏതാ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. വാർഫാറിൻ ആണ് എന്ത്? ഫസ്റ്റ് ജനറേഷൻ ആന്റി കൊയാഗുലൻ റോഡന്റിസൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റോഡന്റിസൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സെക്കൻഡ് ജനറേഷൻ ആന്റി കൊയാഗുലൻ? സെക്കൻഡ് ജനറേഷൻ ആന്റി കൊയാഗുലന്റെ എക്സാമ്പിൾ ഏതാ? ഓപ്ഷൻ എ ഡൈഫാസിനോൺ, ഓപ്ഷൻ ബി ക്ലോറോഫാസിനോൺ, ഓപ്ഷൻ സി ബ്രോമോഡയലോൺ, ഓപ്ഷൻ ഡി സിങ്ക് ഫോസ്ഫേറ്റ്. ഏതാ ആൻസർ? ഓപ്ഷൻ സി ആണ്, ബ്രോമോഡയലോൺ. Next question, which rodenticide is a non-anticoagulant acute poison that is highly toxic and gets results on first contact? താഴെ തന്നിരിക്കുന്ന റോഡന്റിസൈഡ്സിൽ ഏതാണ് അക്യൂട്ട് പോയിസൺ, അതായത് നോൺ ആന്റി കൊയാഗുലന്റും ഫസ്റ്റ് കോണ്ടാക്റ്റിൽ തന്നെ എന്താണ് റിസൾട്ട് കിട്ടുന്നതെന്നാണ്? ഓപ്ഷൻ എ ബ്രോഡിഫാക്വം, ഓപ്ഷൻ ബി ഡൈഫാസിനോൺ, ഓപ്ഷൻ സി സിങ്ക് ഫോസ്ഫേറ്റ്, ഓപ്ഷൻ ഡി വാർഫാറിൻ. നമ്മൾ ക്ലാസിന്റെ സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ, സിങ്ക് ഫോസ്ഫേറ്റ് ആണ് ആൻസർ. Next question, what is a key practice to ensure effective control by poison bait? പോയിസൺ ബെയ്റ്റിൽ എഫക്റ്റീവ് കൺട്രോൾ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് കാര്യം ഉറപ്പുവരുത്തണം? ഓപ്ഷൻ എ യൂസിംഗ് ഓൺലി 1 bait point, ഓപ്ഷൻ ബി ഇൻസ്റ്റാളിംഗ് ഫ്രഷ് ബെയ്റ്റ്സ് ആൻഡ് ബെയ്റ്റ് പോയിന്റ്സ് ഇൻ ഹൈ റോഡന്റ് ആക്ടിവിറ്റി ഏരിയാസ്, ഓപ്ഷൻ സി പ്ലേസിംഗ് ബെയ്റ്റ് ഇൻ റാൻഡം ലൊക്കേഷൻസ്, ഓപ്ഷൻ ഡി യൂസിംഗ് ഔട്ട്ഡേറ്റഡ് ബെയ്റ്റ് ഫോർമുലേഷൻസ്. ഏതാ ആൻസർ? ഓപ്ഷൻ ബി ആണ്, ഫ്രഷ് ബെയ്റ്റ്സ് വയ്ക്കുക. അതുപോലെ തന്നെ റോഡന്റ് ആക്ടിവിറ്റി കൂടിയ സ്ഥലങ്ങളിൽ വേണം നമ്മൾ ബെയ്റ്റ് കൊണ്ട് വെച്ചു കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റോഡന്റിസൈഡ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ഇറ്റ്സ് ടൈപ്പ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് റോഡന്റിസൈഡ് ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വാർഫാറിൻ, ഫസ്റ്റ് ജനറേഷൻ ആന്റി കൊയാഗുലന്റ്, ശരിയാണ്. രണ്ടാമത്തത് ബ്രോഡിഫാക്വം, സെക്കൻഡ് ജനറേഷൻ ആന്റി കൊയാഗുലന്റ്, ശരിയാണ്. നെക്സ്റ്റ് ഓപ്ഷൻ പറയുന്നു ബ്രോമെത്താലിൻ നോൺ ആന്റി കൊയാഗുലന്റ് ആണ്, ശരിയാണ്.
ക്ലോറോഫാസിലിൻ നോൺ ആന്റി കൊയാഗുലന്റ് ആണ്. തെറ്റാണ്. ക്ലോറോഫാസിലിൻ എന്താണ്? കൊയാഗുലന്റ് ആണ്. സോ അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ക്ലോറോഫാസിലിൻ നോൺ ആന്റി കൊയാഗുലന്റ് അല്ല, ആന്റി കൊയാഗുലന്റ് ആണ്. ഏതാണ്? ഫസ്റ്റ് ജനറേഷനും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഫസ്റ്റ് ജനറേഷൻ ആന്റി കൊയാഗുലന്റ് റോഡന്റിസൈഡ്സ് കോസ് ഡെത്ത് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓഫ് ഇൻജക്ഷൻ. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഡെത്ത് സംഭവിക്കുന്നവരല്ല, അല്ലെങ്കിൽ ഡെത്ത് സംഭവിപ്പിക്കുന്നവരല്ല ആര്? ഫസ്റ്റ് ജനറേഷൻ ആന്റി കൊയാഗുലൻസ്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ബ്രോഡിഫാക്കോം ഈസ് എ സെക്കൻഡ് ജനറേഷൻ ആന്റി കൊയാഗുലന്റ് റോഡന്റിസൈഡ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു നോൺ ആന്റി കൊയാഗുലന്റ് റോഡന്റിസൈഡ്സ് സച്ച് ആസ് സിങ്ക് ഫോസ്ഫേറ്റ് ആർ ഹൈലി ടോക്സിക് ആൻഡ് ഗെറ്റ് റിസൾട്ട്സ് ഓൺ ഫസ്റ്റ് കോണ്ടാക്ട്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ബിയും സിയും ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഒള്ളി എ അല്ല, ബി ആൻഡ് സി ആണ്, സി അല്ല, ബി അല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു വാർഫാറിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ആന്റി കൊയാഗുലന്റ് അക്യൂട്ട് പോയിസൺ റോഡന്റിസൈഡ്. വാർഫാറിൻ എന്താണ്? ആന്റി കൊയാഗുലന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എന്താ ഇവിടെ? റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇൻസ്റ്റാളിംഗ് ഫ്രഷ് ബെയ്റ്റ്സ് ആൻഡ് പ്ലേസിംഗ് ദം ഇൻ ഹൈ റോഡന്റ് ആക്ടിവിറ്റി ഏരിയാസ് ഈസ് കീ ടു എൻഷുവർ എഫക്റ്റീവ് കൺട്രോൾ ബൈ പോയിസൺ ബെയ്റ്റ്. പോയിസൺ ബെയ്റ്റിന് എഫക്റ്റീവ് കൺട്രോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എഫക്റ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യുക? ഹൈ റോഡന്റ് ആക്ടിവിറ്റി ഏരിയയിൽ ഫ്രഷ് ബെയ്റ്റുകളെല്ലാം പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ക്ലോറോഫാസിനോൺ ഈസ് എ സെക്കൻഡ് ജനറേഷൻ ആന്റി കൊയാഗുലന്റ് റോഡന്റിസൈഡ്. ക്ലോറോഫാസിനോൺ സെക്കൻഡ് ജനറേഷൻ ആണോ? അല്ല, ഫസ്റ്റ് ജനറേഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പോൾ നമുക്ക് ആകെ ബി മാത്രമാണ് ശരിയായിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു റോഡന്റിന്റെ കാര്യത്തിൽ പഠിക്കാനായിട്ടുള്ളത്. അതുപോലെ നമ്മുടെ അഗ്രികൾച്ചറിന്റെ ടോപ്പിക്കുകളും ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എളുപ്പമല്ലേ നമ്മുടെ അഗ്രികൾച്ചർ? ഭയങ്കര സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ജസ്റ്റ് വായിക്കുക, പിന്നെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ മാത്രം നമുക്കൊന്ന് സ്ട്രെസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.